ഹായ് ഗേയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ മുമ്പിൽ ഉണ്ടില്ലേ, ഇതാണ് യോഗട്ട് ഇപ്പോൾ കാര്യമാണ് കണ്ടില്, കാലി ബോക്സാണ്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഗ്ലാസ്, അപ്പോൾ ഗ്ലാസിനുള്ളിൽ ഈ പറഞ്ഞ യോഗട്ടാണ്. അപ്പോൾ യോഗട്ട് ഇതിലത്തെ യോഗട്ട് എന്ത് ചെയ്തു, ഇത് പകർത്തി എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മിക്സിയിലിട്ടു, മിക്സിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇംഗ്ലീഷൊക്കെ ഇട്ട് ഒഴിക്കാനുള്ളത് ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ട് 1, 2, 3, 4, 5 പ്രാവശ്യം മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ എടുത്തിട്ടുള്ള സംഭവമാണ് ഈ ഗ്ലാസ്സിലിരിക്കുന്ന സംഭവം. ഗ്ലാസ്സിലിരിക്കുന്ന സംഭവം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള സംഭവമാണ് ഗ്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യോഗട്ട് കഴിക്കാത്തവരുണ്ടാവും, കഴിക്കുന്നവർ ഉണ്ടാവും. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കുക. യോഗട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്കറിയാം. ചേട്ടനോട് ചേച്ചിയോട് അമ്മച്ചോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഒന്ന് നമ്മുടെ കിച്ചണിലുള്ള മിക്സി വേണം. മിക്സിയിലാണ് ഈ പരിപാടി മുഴുവൻ. അപ്പോൾ മിക്സിയിൽ ഈ യോഗട്ട്, നിങ്ങൾക്ക് യോഗട്ട് ഷോപ്പിൽ അതിനെ കടയിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, അവർ നിങ്ങൾ ബോക്സിലാക്കിയിട്ട് തരും. അതിനെ പാക്കറ്റിലൊക്കെ അവൈലബിളാണ് ഷോപ്പിലൊക്കെ. അത് അവിടെ പോയിട്ട് നിങ്ങൾ മേടിക്കുക. എന്നിട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം മിക്സിയിൽ ഇടുക. അപ്പോൾ മിക്സിയിൽ ഈ യോഗട്ട് ഇട്ടതിന് ശേഷം കുറച്ച് പഞ്ചസാര, 1 മിനിറ്റ് ഞാൻ പഞ്ചസാര കാണിച്ചു. ഈ ഗ്ലാസ്സിലിരിക്കുന്ന യോഗട്ട് ഉണ്ടാക്കാനായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ അതാണ് ഇത്. തണുത്ത വെള്ളമാണ് ഇത് തണുത്ത വെള്ളം. ഇത് യോഗട്ട്, പിന്നെ ഇത് ഗ്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് പകർത്തിയതാണ്. അതാണ് ഈ ഗ്ലാസ്സിലിരിക്കുന്നത്. ഇത് പഞ്ചസാര. അപ്പോൾ ഇത്ര ഉള്ള സാധനം ഇത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമുള്ള സംഭവമാണ് ഗ്ലാസ്സിലിരിക്കുന്നത്. അത് നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ മിക്സി വേണം. നല്ല മിക്സിയിൽ സാധനം യോഗട്ട് ആദ്യം മിക്സൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. അല്ലെങ്കിൽ ടേസ്റ്റ് ഒരു ബാഡാവും, നെഗറ്റീവാവും, പൊട്ട സ്മെല്ലാവും. അപ്പോൾ മിക്സിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, മിക്സിയിലേക്ക് ആദ്യം ചെയ്യേണ്ടത് യോഗട്ടാണ്. അപ്പോൾ യോഗട്ട്
കാലിബോക്സാണ് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നതിന്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ യോഗട്ട് ചേർക്കുക. ഇതിൽ യോഗട്ട് ചേർക്കുമ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പം ആദ്യം ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് മധുരം ഉണ്ടാവില്ല. നമ്മൾ മധുരം എക്സ്ട്രാ ആഡ് ചെയ്യണം, മധുരം വേറെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ യോഗട്ട് ഇടുക. എന്നിട്ട് അതിന് ശേഷം ഇത്തിരി ഒരു 3 ടീസ്പൂൺ പഞ്ചസാര. അത് ഇപ്പോൾ 4 പേരാണ്, അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇടുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഇത് ഐസും വെള്ളം ചേർക്കുക. പിന്നെ പഞ്ചസാര എന്ന് പറഞ്ഞില്ലേ, അതല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഇത് ചേർക്കുക. അതല്ലെങ്കിൽ വെള്ളം, അതല്ലെങ്കിൽ കൽക്കണ്ടം, ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ആദ്യം മിക്സിയിൽ ഇടുക യോഗട്ട്. ഇത് മിക്സിയിൽ യോഗട്ട് ആദ്യം ഇട്ടതിന് ശേഷം പഞ്ചസാര, അതല്ലെങ്കിൽ കൽക്കണ്ടം, അതല്ലെങ്കിൽ വെള്ളം ചേർക്കുക. അതിന് ശേഷമുള്ള പരിപാടിയാണ് ഇത് ഐസ്, അല്ലെങ്കിൽ ഐസും വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് 1 2 4 5 പ്രാവശ്യം ഇങ്ങനെ മിക്സിയിൽ മൊത്തത്തിൽ ഇട്ട് ഇങ്ങനെ അടുപ്പട്ടിക്കുക. ഇങ്ങനെ അങ്ങനെ ചെയ്താൽ മതി. ഈ മിക്സി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. വലിയ കപ്പുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ സംഭവം വലിയ കപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അതിന് അതൊന്നും വേണ്ട. നിങ്ങൾ ചായപാത്രമല്ലേ, ചായപാത്രം അല്ലെങ്കിൽ വലിയ വലിയ പാത്രങ്ങൾക്ക് ഉണ്ടാവും, വലിയ വലിയ പാത്രങ്ങളൊക്കെ, അതായാലും മതി. ചായപാത്രം അങ്ങനെ വേണമെന്നില്ല. വലിയ പാത്രം ആയത് വലിയ ബേസിനൊക്കെ ഉണ്ടെങ്കിൽ മതി. അതിലേക്ക് ആദ്യം ഈ പറഞ്ഞ യോഗട്ട് ചേർക്കുക. പിന്നെ അതിന് ശേഷം പഞ്ചസാര, ആളുകളുടെ എണ്ണ അനുസരിച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഐസ് അല്ലെങ്കിൽ ഐസും വെള്ളം ആഡ് ചെയ്യുക. ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വല്ല ഡ്രിൽ മെഷീൻ ഉണ്ടെങ്കിൽ, ഈ ടെക്നോളജിയൊക്കെ ഇറങ്ങിയിട്ടില്ലേ, ഈ പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, ഇങ്ങനെ കലക്കാനായിട്ട് ഓരോരോ മെഷീൻ. അതുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ അതല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ടീസ്പൂൺ എടുക്കുക, ഒന്നും ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ശരീരം മൊത്തം ഇങ്ങനെ ഇളക്കുക. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഈ മെഷീനൊന്നും വേണ്ട. മെഷീനോ അതുപോലെ തന്നെ ഈ ടെക്നോളജി ഒന്നും വേണ്ട. നമ്മുടെ കൈ മാത്രം മതി. നമ്മൾ പണ്ടത്തെ ഇതാണ് ഈ കൈ വെച്ചിട്ടുള്ള സംഭവം മതി നമുക്ക്. അതിൽ നിന്ന് കിട്ടുന്ന സുഖം വേറെ എങ്ങനെ കിട്ടില്ല. നമ്മൾ കൈ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സുഖം ഒരു എവിടെയെങ്കിലും കിട്ടില്ല. ഈ പറയുന്ന ജ്യൂസൊക്കെ ചേർത്തതിന് ശേഷം പീസ് പിടിച്ചിട്ട് ഒരു ആട്ട് കേട്ടോ. ഈ ഡ്രിൽ മെഷീൻ വെച്ച് ചെയ്യുന്ന സുഖം കൈ വെച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. കൈ വെച്ച് ചെയ്യുമ്പോഴാണ് സുഖം, അതാണ് ടേസ്റ്റ്. ഈ ഡ്രിൽ മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ ഈ ഡ്രിൽ മെഷീൻ്റെ ഉള്ളിലങ്ങനെ തുരുമ്പൊക്കെ
ഉണ്ടെങ്കിൽ ആ തുരുമ്പിൽ നിന്ന് പുറത്തേക്ക് ഈ നമ്മൾ ചെയ്തത് സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വയറിന് ഇത്തിരി ഫുഡ് പോയ്സണൊക്കെ ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴേ പിന്നുള്ളിൽ തുരുമ്പടിക്കില്ലോ. തുരുമ്പടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ എന്ത് ചെയ്യും, ഇത്തിട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിലോട്ട് വന്ന് വീഴും. അപ്പോൾ അത് നമ്മൾ കുടിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും, ഫുഡ് പോയ്സൺ വരും. ഇൻഫെക്ഷൻ നിങ്ങൾ കഴിയുമ്പോൾ ഒഴിവാക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഈ അളക്കാൻ പറ്റാത്തവരുണ്ടാവില്ല, അവർക്കാണ് ഈ ഡ്രിൽ മെഷീൻ. അവർ ശ്രദ്ധിക്കുക. തുരുമ്പടിക്കുന്ന സാധനമാണ്. തുരുമ്പ് അടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഈ തുരുമ്പടിച്ച സാധനം ഇങ്ങനെ ഇട്ടിട്ടായിട്ട് വന്നെടുക്കും. നിങ്ങൾ സൂക്ഷിക്കുക. ഇരുമ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ സംഭവമൊക്കെ മൊത്തത്തിൽ സ്പ്രെഡാവും. അതിൽ തുരുമ്പടിച്ചിട്ടുണ്ടാവും. തുരുമ്പടിച്ചിട്ട് വരുന്ന സംഭവം ഇങ്ങനെ വെള്ളത്തിലിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡാവും ശരി. അതാണ് ഞാൻ പറയുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് കൈ മാത്രം ഉപയോഗിച്ചാൽ മതി. കൈയാണ് ആയുധം. കൈ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു. അത്രയുള്ള വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ பார்க்கலாமே. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. ഇതൊരു പുതിയൊരു സ്റ്റൈലാണ്. ഇനി മുതൽ എൻ്റെ എല്ലാ ചാനലിലും ഒക്കെ ഞാൻ ഇങ്ങനൊരു സംഭവമാണ് അവസാനം ഞാൻ ചെയ്യുക. എൻ്റെ എല്ലാ ചാനലിലും ഒക്കെ അവസാനം ഓരോ വീഡിയോ കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ ഇങ്ങനെ ചില നമ്പറിനെ ഇറക്കും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ എല്ലാ ചാനലിനും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കും. നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയും, പൊട്ടാണെങ്കിൽ പൊട്ട എന്ന് പറയാം. എന്തൊക്കെ ഞാൻ ഇനി മുതൽ എൻ്റെ എല്ലാ ചാനലിലുള്ള ഓരോ വീഡിയോസിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്തിരിക്കും. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ ഇതല്ല വേറെ സംഭവം ആയിരിക്കും. നമുക്ക് അടുത്ത വീഡിയോ பார்க்கலாமே. ടാറ്റാ, ബൈ ബൈ, സീ യു. ഇതാണ് ജ്യൂസ്. ഞാൻ ഈ ജ്യൂസ് കുടിക്കാൻ പോണേ. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അങ്ങനെ നോക്കിയതാ. നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബാക്കി വെച്ചു.
കാലിയായിച്ച്. അപ്പോൾ സംഭവം കഴിഞ്ഞ് ഉഗ്രന് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് പോയിട്ട് മേടിക്കില്ലേ, ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ കടയിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ പോയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ല രുചി. പെർഫെക്റ്റ് രുചി, ഒതിയൂറും ശരിക്കും. അപ്പോൾ നിങ്ങൾ പഞ്ചസാരക്ക് ഇടുമ്പോൾ ഒരു 4-5 ടീസ്പൂൺ മതി. പിന്നെ ആളുടെ എണ്ണ അനുസരിച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെ ഐസും കെട്ടാം. അതല്ലെങ്കിൽ തണുത്ത വെള്ളം അതിൽ മതി, ഐസും വെള്ളം. കാരണം ഇത് വേറെന്തോ പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് ഐസും വെള്ളം. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എങ്ങനെയെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത സ്വന്തമായിട്ട് വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ பார்க்கலாம். அது வரைக்கும் டாடா, பை பை, see you, மா.